Hello everyone. In this part, we are going to discuss the fourth module of managerial economics, that is market structure. Here, basically, we need to study what a market structure is, then about four kinds of market structure. ഒരുപാട് ടൈപ്പ് ഉണ്ട് നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന 4 ടൈപ്പാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തത് ആൻഡ് വിൽ കവർ ദാറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, ഒളിഗോപ്പൊളി ആൻഡ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. First, we'll see what a market structure is. Market എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ്. ഒരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ബയേഴ്സും സെല്ലേഴ്സും കൂടെ മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് മാർക്കറ്റ്. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദ വേ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്. ഒരു മാർക്കറ്റ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഉണ്ട്, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിലെ ഫേംസ് കമ്പീറ്റ് ചെയ്യുന്നത് തുടങ്ങിയ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർക്കറ്റ് സ്ട്രക്ചർ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് നമ്പർ ഓഫ് ഫേംസ്, ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്. ഇപ്പൊ നമ്മൾ ഓരോ മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അവിടുത്തെ നമ്പർ ഓഫ് ഫേംസ്, പ്രൊഡക്റ്റിന്റെ ടൈപ്പ്, കോമ്പറ്റീഷൻ, പ്രൈസ് ഡിറ്റർമിനേഷൻ, അതൊക്കെ ഡിഫറെന്റ്. ഇപ്പൊ 4 മേജർ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ആണുള്ളത്, മാർക്കറ്റ് സ്ട്രക്ചർ ആണുള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപ്പൊളി. മെയിൻ ഫീച്ചർ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മെനി ഫേംസ് ഉണ്ട്, ഒരുപാട് ഫേംസ് ഉണ്ട്. മോണോപ്പൊലിയില് 1 ഫേം, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ മെനി ഫേംസ് ആൻഡ് ഒളിഗോപ്പൊലിയില് ഫ്യൂ ലാർജ് ഫേം ഡോമിനേറ്റ് ദ മാർക്കറ്റ്. ഇതാണ് ബേസിക് ആയിട്ട് ഇത് നാലും തമ്മിലും വരുന്ന ഡിഫറൻസ്. ആൻഡ് ഓൾസോ ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മെനി ഫേംസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോഡക്ട്സ് സെയിം ആയിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും, അത് ഹോമോജീനിയസ് ആയിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് കൺട്രോൾ ഓവർ പ്രൈസിൽ ഇല്ല. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. വിൽ സീ ഇറ്റ് ലേറ്റർ. മോണോപ്പൊലിയുടെ കേസിൽ ഒരു ഫേം മാത്രം ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ഫേമിന് തന്നെ പ്രൈസ് ഡിസൈഡ് ചെയ്യാം. ഇൻ കേസ് ഓഫ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒരുപാട് ഫേംസും ഉണ്ട്, ബട്ട് പ്രോഡക്ട്സ് ആർ ഡിഫറൻഷിയേറ്റഡ്. ഇവിടെ ഐഡന്റിക്കൽ പ്രോഡക്ട്സ് ആണ്, ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. മോണോപ്പൊലിയുടെ കേസിൽ products are differentiated. Different products are ഇവിടെ ഉണ്ടാവും. And in case of oligopoly, the main feature is that there are few large firms that dominate the market and their demand curve is known as net demand curve. That we'll see later in later parts. In detail, we have to see 4 kinds of market. For the time being, learn that market structure is the way a market is organized. അതായത് it tells the details regarding number of firms, type of product, level of competition, control over prices, etc. Now we'll see the main determinants of market structure. നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ തന്നെയാണ് ഡിറ്റർമിനൻസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓരോ മാർക്കറ്റ് സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് ഇസ് നമ്പർ ഓഫ് ഫേംസ്. ഇത്ര ഫേം നമ്മൾ 4 കണ്ടു, എത്ര കൈൻഡ് ഓഫ് ഫേംസ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മെനി, മോണോപ്പൊലിയിൽ 1, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ മെനി, ഇവിടെ ഫ്യൂ ഫേംസ് ഒളിഗോപ്പൊലിയിൽ. സോ നമ്പർ ഓഫ് ഫേംസിനനുസരിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ ഡിഫർ ചെയ്യും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് നേച്ചർ ഓഫ് പ്രോഡക്റ്റ് നമുക്കറിയാം, നേരത്തെ ഓൾറെഡി വി ഹാവ് സീൻ ഐഡന്റിക്കൽ പ്രോഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്. ഐഡന്റിക്കൽ പ്രോഡക്ട്സ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉള്ളത്. ഐഡന്റിക്കൽ ഓർ ഹോമോജീനിയസ്, അതായത് സെയിം ആയിട്ടുള്ള പ്രോഡക്റ്റ്. പക്ഷെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആണ് എവിടെ ഉള്ളത്, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ് ഉള്ളത്. വി ഹാവ് ഓൾറെഡി സീൻ. ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി ആൻഡ് എക്സിറ്റ്, അതായത് എത്ര എളുപ്പം നമുക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാം, എത്ര എളുപ്പം നമുക്ക് മാർക്കറ്റിലേക്ക് എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ബാരിയേഴ്സ് ടു എൻട്രി ആൻഡ് എക്സിറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാം, എക്സിറ്റും ചെയ്യാം. ദർ ആർ ലോ ബാരിയേഴ്സ്. പുതിയ ഫേമിന് എപ്പോൾ വേണമെങ്കിലും എൻട്രും ചെയ്യാം, എക്സിറ്റും ചെയ്യാം. നേരെ മറിച്ച് മോണോപ്പൊലിയിലും ഒലിഗോപ്പൊലിയിലും ഒക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഹൈ ബാരിയേഴ്സ് ടു എൻട്രി. അതായത് മോണോപ്പൊലിയിൽ ഒരു ഫേമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും ഒരുപാട് പണം വേണം, ഒരുപാട് ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇൻ ദ കേസ് ഓഫ് മോണോപ്പൊലി ആൻഡ് ഒലിഗോപ്പൊലി there is high barriers for entry and exit. In degree of price control, we have already seen that perfect competition ആൾക്കാർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസ് ടേക്കേഴ്സ് ആണ്, അതായത് ഡിമാൻഡും സപ്ലൈയും ആണ് പ്രൈസ് തീരുമാനിക്കുന്നത്. മോണോപ്പൊലിയുടെ കേസിലോ
അവർ പ്രൈസ് മേക്കേഴ്സ് ആണ്. അവിടെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ തന്നെയാണ്, മോണോപ്പൊളിസ്റ്റ് തന്നെയാണ് എന്ത് തീരുമാനിക്കുന്നത്, പ്രൈസ് തീരുമാനിക്കുന്നത്. ഒളിഗോപ്പൊളിയിലും മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷന്റെ കേസിലും അവർക്ക് ലിമിറ്റഡ് പ്രൈസ് കൺട്രോൾ ആണ് ഡ്യൂ ടു കോമ്പറ്റീഷൻ. പക്ഷെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ അവർക്ക് ഒരു തരത്തിലുള്ള കൺട്രോളും കാര്യങ്ങളും ഇല്ല. നെക്സ്റ്റ് ഇസ് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എല്ലാവർക്കും മാർക്കറ്റിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. നേരെ മറിച്ച് അതർ സ്ട്രക്ചേഴ്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻഫർമേഷൻ വളരെ കുറവായിരിക്കും. ഇവിടെ ഡ്യൂ ടു ഹൈ അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡിങ് എല്ലാവരിലേക്കും ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് എത്തും. നെക്സ്റ്റ് ഇസ് ഗവൺമെന്റ് പോളിസീസ്. ഗവൺമെന്റ് പോളിസീസ് അതായത് ഗവൺമെന്റ് മെയിൻലി ടാക്സ്, സബ്സിഡി, ലൈസൻസ്, ഇതെല്ലാ കാര്യങ്ങളും എന്തിനെ എഫക്ട് ചെയ്യും, മാർക്കറ്റ് സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ മോണോപ്പൊളിയുടെ കേസിൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈസൻസിങ് റിക്വയർമെന്റ്സും എൻട്രി ബാരിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ അവിടെ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത്രമാത്രം തരത്തിലുള്ള ബാരിയേഴ്സോ കാര്യങ്ങളോ റെഗുലേഷൻസോ ഉണ്ടാവില്ല. സോ ദീസ് ആർ ദ ബേസിക് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, now we'll see each market, one market structure one by one. In the case of perfect competition, നമ്മൾ already കണ്ടു. It is a type of market structure where there are large number of buyers and sellers. ഫസ്റ്റ് ഫീച്ചർ എന്താ വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ബയേഴ്സും ഒരുപാട് സെല്ലേഴ്സും ഉണ്ട്. ദേ ആർ സെല്ലിംഗ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്. സെയിം ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ക്വാളിറ്റി, ഡിസൈൻ അതൊക്കെ സെയിം ആയിരിക്കും, ഡിഫറൻസും കാര്യങ്ങളും ഉണ്ടാവില്ല. ഓൾസോ നോ സിംഗിൾ ഫേം ഹാസ് കൺട്രോൾ ഓവർ പ്രൈസ്. അവർ പ്രൈസ് ടേക്കേഴ്സ് ആണ്. പ്രൈസ് ടേക്ക് ചെയ്യും. ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് പ്രൈസ് എടുക്കുന്ന ആൾക്കാരാണ് ആര്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ആൾക്കാർ. അവർക്ക് ആർക്കും ഒരു കൺട്രോളും ചെയ്യാൻ പറ്റില്ല പ്രൈസിന്റെ മേലെ. ദേ മസ്റ്റ് അക്സെപ്റ്റ് ദ പ്രൈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എൻട്രും ചെയ്യാം, എക്സിറ്റും ചെയ്യാം. ദർ ഇസ് നോ ബാരിയേഴ്സ് ഫോർ എൻട്രി. മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും ഒരു തടസ്സവും കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ എവ്രി വൺ ഹാസ് പെർഫെക്റ്റ് നോളജ് റിഗാർഡിങ് മാർക്കറ്റ് കണ്ടീഷൻ. അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ തന്നെ എല്ലാവർക്കും മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള നോളജ്, ഇൻഫർമേഷൻ, പ്രൊഡക്റ്റിന്റെ പ്രൈസ്, ക്വാളിറ്റി, അവൈലബിലിറ്റി അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും സെയിം ആയിട്ട് കിട്ടും. ഓൾസോ ദർ ഇസ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ലേബർ, ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നത്, ക്യാപിറ്റൽ, പൈസ, ഇതെല്ലാം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എവിടെയുണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുണ്ട്. So this is all about the meaning and basic features of perfect competition. So always remember, in perfect competition, it is a market structure where there are large number of buyers and sellers selling homogeneous product and no single firm has control over market price. Perfect competitionന്റെ മീനിങ്ങും ഫീച്ചേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now we'll see the advantages of perfect competition. From the features itself, we can point out the advantages. Efficient allocation of resources. അതായത് ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ റിസോഴ്സസ് കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കുറഞ്ഞ പൈസയിൽ എന്ത് ചെയ്യാം, സാധനങ്ങൾ കിട്ടാം. ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല. മോണോപ്പൊളിയിലൊക്കെ നമുക്ക് കാണാം, ഒരൊറ്റ സെല്ലർ ഉള്ളതുകൊണ്ട് ആൾക്കാരിലെ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഇവിടെ പ്രൈസ് ഡിമാൻഡും സപ്ലൈയും തന്നെ തീരുമാനിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു സോപ്പിന് വേണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഒരു 20 രൂപ 30 രൂപ ഒന്നും നമുക്ക് തോന്നിയ പോലെ കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അവിടെ ഒരു തരത്തിൽ എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളും ഇല്ല. ആൻഡ് ഇറ്റ് എൻകറേജസ് എഫിഷ്യൻസി. അതായത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ അത് എൻകറേജ് ചെയ്യും. ഫ്രീഡം ഓഫ് ചോയ്സ്. അതായത് ബയേഴ്സിന് ഏത് സെല്ലറിന്റെ അടുത്തും സാധനങ്ങൾ വാങ്ങിക്കാം. ബയേഴ്സിനും സെല്ലേഴ്സിനും അതുപോലെ തന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റും ഉണ്ട്. ദർ ഇസ് നോ വേസ്റ്റേജ് ഓൺ അഡ്വർടൈസ്മെന്റ്. ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വർടൈസ്മെന്റിന്റെയും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന്റെയും കാര്യം അവിടെ ഇല്ല. ബിക്കോസ് സെയിം പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻസ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ചെറിയ രീതിയിൽ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാവും, എന്താണ് ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുക. These are the advantages of perfect competition.
ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഡിസ്അഡ്വാൻറ്റേജസ്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ തന്നെ നമുക്ക് തുടങ്ങാം. ലാക്ക് ഓഫ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ്, ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും പ്രൊഡക്റ്റിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള റിസർച്ചിലൂടെ പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. കാര്യം എന്താ, അവിടെ എന്താണ് അലൗഡ് ആയിട്ടുള്ളത്? സെയിം പ്രൊഡക്റ്റ് ആണ് അലൗഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ലോ പ്രോഫിറ്റ് ഫോർ ഫേംസ്. ഇവിടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറെ കാലം കഴിയുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് റണ്ണിൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഒരുപാട് കാലം കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. ആൻഡ് പോസിബിൾ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. അതായത് എപ്പോഴും എൻട്രിയും എക്സിറ്റും ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസോഴ്സ് വേസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം തോന്നിയ പോലെ എൻട്രി ചെയ്യുക, തോന്നിയ പോലെ എക്സിറ്റ് ചെയ്യാനാകുമ്പോൾ അവിടെ റിസോഴ്സിന്റെ വേസ്റ്റേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് ഇഗ്നോർസ് എക്കോണമി ഓഫ് സ്കെയിൽ. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബെനിഫിറ്റ് ദാറ്റ് വി ഗ്രാബ്സ് ത്രൂ ബൾക്ക് പ്രൊഡക്ഷൻ. ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കുറയും? കോസ്റ്റ് കുറയും. അതിനാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് കോസ്റ്റ്. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ ഇക്കോണമിക് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രെയിനിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇക്കോണമി ക്ലാസ് ഉണ്ട്. ഇക്കോണമി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു മാർഗം. സോ ബൾക്ക് പ്രൊഡക്ഷനിലൂടെ കോസ്റ്റ് കുറയ്ക്കുന്നതിനാണ് നമ്മൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ലോങ് റണ്ണിലും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നമുക്ക് എവിടെ പോസിബിൾ അല്ല? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇഗ്നോർസ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. അതുപോലെ തന്നെ എസംഷൻസ്, നമ്മൾ ഫീച്ചേഴ്സ് കണ്ടല്ലോ. ഈ എസംഷൻസ്, ഇതൊക്കെയാണ് എസംഷൻസ്. ഈ എസംഷൻസ് ഒക്കെ വളരെ അൺറിയലിസ്റ്റിക് ആണ്. അതായത് ഏത് ഫേമിനും എപ്പോഴും എൻട്രി ചെയ്യാം, അതുപോലെ തന്നെ ഹോമോജീനിയസ് പ്രോഡക്റ്റ്, പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഒരു ചേഞ്ചസ് വരുത്താതെ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അതൊന്നും ഒരിക്കലും എവിടെ പോസിബിൾ അല്ല. പെർഫെക്റ്റ് ഒരു റിയാലിറ്റിയിൽ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് എസംഷൻസ് ആർ അൺറിയലിസ്റ്റിക്. ആൻഡ് ഓൾസോ വി സീ ദാറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ കറക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ അല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് ദ മാർക്കറ്റ് സ്ട്രക്ചർ വിച്ച് ഇസ് യൂട്ടോപ്പിയൻ ഇൻ നേച്ചർ. അത് ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. പക്ഷെ അത് റിയാലിറ്റിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ എക്സാമ്പിൾ ഒന്നും കറക്റ്റ് ആയിട്ട് ഇവിടെ കോട്ട് ചെയ്യാൻ പറ്റില്ല. അത് ടെക്സ്റ്റ് ബുക്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. Now we'll see the graphical representation for perfect competition. ഇതിന്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ വേണമെങ്കിൽ നമുക്ക് ലോങ് റണ്ണും ഷോർട്ട് റണ്ണും ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് ഇസ് a single graph for perfect competition. And here നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെയിൽസ് will be given in x-axis. കോസ്റ്റ് അല്ലെങ്കിൽ റവന്യൂ വിൽ ബി ഗിവൻ ഇൻ y-axis. ഇവിടെ എം സി എന്ന് പറഞ്ഞാൽ എം സി എ സി ഒക്കെ കോസ്റ്റ് ആണ്, കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ്. എം സി എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ്, എ സി മീൻസ് ആവറേജ് കോസ്റ്റ്. മാർജിനൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. എം ആർ എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ, എ ആർ മീൻസ് ആവറേജ് റവന്യൂ, പി മീൻസ് പ്രൈസ്. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ മാർജിനൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റവന്യൂ ആണ് മാർജിനൽ റവന്യൂ. സോ ഇവിടെ നമുക്ക് എവിടെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്? പ്രൈസ് ഇസ് ഡിറ്റർമിൻ അറ്റ് ദിസ് പോയിന്റ്. ഇത് മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ഇവിടെ എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? എം സി ആൻഡ് എ സി മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ഇവിടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്തിന്റെ ബേസിലാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡിറ്റർമിൻ ഓൺ ദ ബേസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആൻഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ ബേസിലാണ്. ഇവിടെ ഒരു ഫേമിനും എന്തില്ല? പ്രൈസിൽ കൺട്രോൾ ഇല്ല. കാരണം ഡിമാൻഡും സപ്ലൈയും ആണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. Therefore, MR equal to AR, which is represented by perfectly elastic demands. MR ഇവിടെ എം ആറും എ ആറും ഈക്വൽ ആയിരിക്കും. അതായത് ആവറേജ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റവന്യൂ, ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂ ഒക്കെ ഈക്വൽ ആയിരിക്കും. കാര്യം എന്താണ്? ഇവിടെ ആർക്കും പ്രൈസിൽ ഒരു കൺട്രോളും ഇല്ല. എം സി ഇസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ്. വി ഹാവ് ഓൾറെഡി സീൻ ഇത്. എം സി നമ്മൾ നോക്കുമ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത്? മാർജിനൽ കോസ്റ്റ് ഇങ്ങനത്തെ ഒരു കേർവിലാണ് മാർജിനൽ കോസ്റ്റ് വരുന്നത്. മാർജിനൽ കോസ്റ്റ് ഇങ്ങനെ വരാനുള്ള കാരണം ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷം, വി ഹാവ് നമുക്കപ്പോൾ ഒരു ബിരിയാണി, നമ്മൾ ഒരു ബിരിയാണി മൊത്തത്തിൽ നല്ല ടേസ്റ്റോട് കൂടെ കഴിക്കും.
നമുക്ക് ഒരു ബിരിയാണിയും കൂടെ തന്നു. മേ ബി ചിലർക്ക് 2 ബിരിയാണി കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഒന്നും കൂടെ തന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആ ബിരിയാണി കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ് വരും. അപ്പൊ നമ്മൾ എന്ത് ഓവറായി കഴിഞ്ഞാല് എന്താവും? നമ്മുടെ ഇൻട്രസ്റ്റ് അവിടെ കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ആദ്യം നമുക്ക് ഒരു സാധനം കിട്ടുമ്പോൾ അതിന്റെ യൂട്ടിലിറ്റി വളരെ കൂടുതലായിരിക്കും. വളരെ ഹൈയിൽ നിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ യൂട്ടിലിറ്റി എന്താവും? കുറഞ്ഞ് താഴേക്ക് വരും. ആദ്യം നമുക്ക് ഭയങ്കര ഹൈ ആയിരിക്കും. അതൊരു പോയിന്റിലെത്തും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ് താഴേക്ക് വരും. ദാറ്റ്സ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഇവിടെ മാർജിനൽ കോസ്റ്റ് എന്താണ്? മാർജിനൽ കോസ്റ്റ് ഇറ്റ് ഫോൾസ് അറ്റ് ഫസ്റ്റ് ഡ്യൂ ടു ലോ ഓഫ് ഡിമിനിഷിങ് കോസ്റ്റ്. ആദ്യം കുറയും. പിന്നെ എന്താണ്? ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടും. നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ്? ആവറേജ് കോസ്റ്റ് ഒരു യു ഷേപ്പ് ആയിട്ടാണ് ആവറേജ് കോസ്റ്റ് നിൽക്കുന്നത്. ആൻഡ് given the assumption of profit maximization, the firm produces an output where MC equal to MR. ഈ പോയിന്റിലാണ് ഫേം എന്ത് ചെയ്യുന്നത്? Q1 ക്വാണ്ടിറ്റി മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എം സിയും എം ആറും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഫേം മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, നമുക്ക് നോർമൽ പ്രോഫിറ്റ് മാത്രമേ എവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് റണ്ണിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം ഒരുപാട് ഫേംസ് എൻട്രി ചെയ്യും. ഒരുപാട് ഫേം എൻട്രി ചെയ്യുമ്പം അവിടെ സപ്ലൈ കൂടും. ഓക്കെ, സപ്ലൈ കൂടുന്ന സമയത്ത് ഡിമാൻഡ് സ്വാഭാവികമായിട്ടും അവിടെ കുറയ്ക്കും. അപ്പൊ അവിടെ എക്സ്ട്രാ പ്രോഫിറ്റ് ഒരു ഫേമിനും ഉണ്ടാക്കാൻ പറ്റില്ല. മെയിൻ റീസൺ എന്താണ്? ഈസി എൻട്രി ആൻഡ് എക്സിറ്റ്. അബ്നോർമൽ പ്രോഫിറ്റ് എവിടെ ഉണ്ടാവും? ചില കേസിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു വളരെ ചുരുങ്ങിയ കാലത്ത് ലെസ് ദാൻ 1 ഇയറിലൊക്കെ ചിലപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ലോങ് റണ്ണിൽ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഡ്യൂ ടു എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് firms. So this is all about perfect competition, and in this part we have seen what a market structure is, introduction to 4 kinds of market structure, determinants, perfect competition and its features or assumptions. ഇതന്നെയാണ് perfect competitionsന്റെ assumptions ആയിട്ട് വരുന്നത്. Advantages, disadvantages and graphical representation of perfect competition.